ഹിസ്ബുള്ളയുടെ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം പേജറുകൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നതായി മൊസാദ് വിവരം ലഭിച്ചിരുന്നു. ഇന്ന് അധികം പേർ പേജറുകൾ ഉപയോഗിക്കാറില്ല. ഒരുപക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ തങ്ങളുടെ സന്ദേശങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കും എന്ന് കരുതി ഹിസ്ബുള്ള നേതാക്കൾ പലരും അല്ലെങ്കിൽ അണികളൊക്കെ തന്നെ അവരുടെ പരസ്പര ബന്ധപ്പെടുന്നതിനായി പേജറുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇത് മണത്തറിഞ്ഞ മൊസാദ് ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടുന്നു ഹംഗറി ആസ്ഥാനമായി. അങ്ങനെ അവർ പേജറുകൾ നിർമ്മിക്കാൻ ആരംഭിക്കും. സാധാരണ പേജറുകളേക്കാൾ അല്പം കൂടി വലുപ്പമുള്ളതായിരുന്നു മൊസാദ് നിർമ്മിച്ച പേജറുകൾ. സ്ഫോടക വസ്തുക്കൾ അതിൽ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. മാത്രമല്ല നിരന്തരമായി ഇതേക്കുറിച്ചുള്ള പരസ്യങ്ങളും യൂട്യൂബിൽ ഇവർ നൽകിയിരുന്നു. ഇതിന്റെ മികച്ച ക്വാളിറ്റിയെക്കുറിച്ച്, ഇതിലെ വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ ബാറ്ററി ദീർഘനാൾ നിലനിൽക്കും തുടങ്ങിയ നിരവധി പരസ്യങ്ങൾ ഇവർ പലതവണ നൽകിയിരുന്നു. ഇസ്രായേലാണ് അല്ലെങ്കിൽ മൊസാദയാണ് ഇത് ചെയ്യുന്നത് എന്നറിയാതെ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇവ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. തങ്ങളുടെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ മൊസാദയാകട്ടെ വളരെ ഭംഗിയായി തന്നെ ഇതിന്റെ വിൽപ്പന നിർവഹിക്കുകയായിരുന്നു. ഇപ്പോൾ വിരമിച്ച മൊസാദയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹസൻ നസ്രുള്ള നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഹസൻ നസ്രുള്ളയുടെ ബങ്കറിൽ തന്റെ വിശ്വസ്തരുമായി ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പലരുടെയും കയ്യിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഇത് കണ്ട് ഹസൻ നസ്രുള്ള ആകെ ഭയന്ന് വിറച്ചു എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. അതുപോലെ ഇതിന്റെ പ്രവർത്തന രീതിയും സാധാരണ പേജറുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു. ഇതിൽ 2 ബട്ടണുകൾ അമർത്തിയാൽ മാത്രമേ ഈ സന്ദേശം ലഭിക്കുമായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് സ്ഫോടനം നടത്താനുള്ള ബട്ടൺ ആയിരുന്നു എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്ക് അറിയില്ല. ഏതായാലും തന്റെ അടുത്തിരുന്നവരെല്ലാം തന്നെ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിക്കുന്നതും കൈകാലുകൾ നഷ്ടപ്പെടുന്നതും ഒക്കെ കണ്ട് അമ്പരന്ന ഹസൻ നസ്രുള്ളയ്ക്ക് അയാളുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്.